ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മുടെ ആദിക്കുട്ടൻ ആശുപത്രിയിലായിരിക്കുകയാണ് അല്ലേ? അവൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടല്ലേ? ഹായ് ഒന്നും പറയാനുള്ള എന്നാ എന്നാ മൂക്ക് കടിക്കുന്ന വേണ്ട, മൂക്ക് കടിക്കുന്ന വീഡിയോ വേണ്ടതാട്ടോ. മൂക്കിലടിക്കുന്ന സാധനം വേണ്ട. മരുന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. എന്താണ് ഉണ്ടായതെന്നൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വിശദമായിട്ട് പറയാൻ. കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയോ വൈകുന്നേരം. ഇഞ്ചക്ഷനും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചക്ഷനെല്ലാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് കുറച്ച് വന്നു, കുറച്ച് ഇനിയും റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് മാറിയിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അല്ലേ? എല്ലാവർക്കും ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞാലും സൗണ്ടൊക്കെ ഉണ്ട്. എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്നോ? ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ആകുമ്പോൾ കാണിച്ചു തരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ. സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു 5:30 ആയപ്പം വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല. അപ്പം വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറയാം കേട്ടോ. അയ്യോ, അവന് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, ടാറ്റയിൽ നിന്നിരുന്നു. ടാറ്റ ഉണ്ടോ? ടാറ്റ, ബൈ ബൈ, ചെയ്യൂ. ഓക്കെ. ആൾക്കൊട്ടും പറ്റിയൊന്നും ഇല്ല, എന്നാലും ഇതൊക്കെ ഒച്ചയൊക്കെ വരുന്നുണ്ട്. അവശ കലാകാരനായിട്ടിരിക്കുകയാണ് ആദി. അല്ലേ ആദിക്കുട്ട? അല്ലേ? ക്ഷീണമാണ് ഭയങ്കര. എന്താ പറയുക, ഒട്ടും പറ്റുമൊന്നുമില്ല. എന്നാലും ഇവിടെ നിന്ന് TV കാണും കേട്ടോ. ഇവിടെ ഇത് സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടുകൊണ്ട് വർത്തമാനം പറയുന്ന പാവം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം രാത്രി 9 മണി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. മരുന്ന് കുടിച്ചു, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെച്ചല്ലേ? കുത്തിവെച്ച് കാണിച്ചു കൊടുത്തു ആദ്യക്കുട്ട. ബ്ലഡ് ടെസ്റ്റിന് കുത്തിവെച്ചു. അപ്പോൾ ഞങ്ങൾ ഇവന് കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യായിരുന്നു. വയ്യെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ജലദോഷമുണ്ട്, ചുമയുണ്ട്. അപ്പോൾ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 2-3 ആഴ്ച മുന്നേ വന്ന് ഡോക്ടറെ കണ്ടു, മരുന്ന് മേടിച്ചു. രണ്ടാമത് വന്നു, മരുന്ന് മേടിച്ചു. അപ്പോൾ എന്നിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് പനി വന്നു. ഭയങ്കരമായിട്ട് പനി കൂടി. നിന്നപ്പോൾ ഒരു 103 ഡിഗ്രി പനി പെട്ടെന്ന്. അതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഇവന് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുമയുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. രാത്രിയിലും രാവിലെയും ചുമയ്ക്കും ഇവന്. പകലൊന്നും അങ്ങനെ വലിയ ചുമയില്ല. രാവിലെ വൈകിട്ട് കിടക്കാൻ നേരത്തും രാത്രി ചില ദിവസങ്ങളിൽ ചുമച്ച് ഛർദ്ദിക്കും. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പം ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ പനിയുടെ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ ടെസ്റ്റിന് പറഞ്ഞു. അതെ, ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുത്തു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. റിപ്പോർട്ട് വന്നു, ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ. അതെ, ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഏതാണ്ട് 9 വേണ്ടത് 30, 6 വേണ്ടത് 26 അല്ലേ? അപ്പോൾ അത് കൂടുതലുണ്ട്. 6 വേണ്ടത് 26 ഉണ്ട്, 9 വേണ്ടത് 30 ഉണ്ട്. പക്ഷെ ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. ആന്റിബയോട്ടിക് സിറപ്പ് 7 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും ഉണ്ട്. ചുമയുടെ സിറപ്പുണ്ട്, ആന്റിബയോട്ടിക് സിറപ്പുണ്ട്, മൂക്കിലടിക്കുന്ന സ്പ്രേ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടി. അതെ, രണ്ട് സ്പ്രേ ഉണ്ട് ഇപ്പൊ അടിക്കാനായിട്ട്. അതായത് ഇപ്പൊ തന്നേക്കുന്ന സ്പ്രേ കഫം പറഞ്ഞു പോകാനാന്ന് പറഞ്ഞല്ലേ? അത് അടിച്ചിട്ട് വേണം. അതടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നേരത്തെ അടിച്ചോണ്ടിരുന്നു അടിക്കാന്. പിന്നെ ഗ്യാസിന്റെ സിറപ്പ്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഒത്തിരി ഉണ്ട് കൊച്ചിന്. ഗ്യാസിന്റെ സിറപ്പ്, സ്പ്രേ 2 എണ്ണം, പിന്നെ ആന്റിബയോട്ടിക്, പിന്നെ ചുമയുടെ മരുന്ന്, പിന്നെ ഇത്രയും മരുന്നുകളുണ്ട് പാവത്തിന്. ഒരു കവർ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വന്നിട്ട് നടന്നത്. 7 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ കുറഞ്ഞില്ല, ചുമയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതെ അതെ അതെ. അപ്പോൾ നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ആശുപത്രി വരാൻ. ആദ്യമായിട്ടാണ് ആദിക്കുട്ടൻ ആന്റിബയോട്ടിക് കഴിക്കാൻ പോകുന്നത്. ആന്റിബയോട്ടിക് ഇതുവരെ അവന് കൊടുത്തിട്ടില്ല അല്ലേ? ആദിക്കുട്ടൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. ചെറിയ പനിയും അതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഫുള്ള് ഇത്ര നാളും അവനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു, ഒരു പനിയുടെ സിറപ്പ് മേടിച്ച് പോകും, അങ്ങനെയായിരുന്നു. അന്നക്കുഞ്ഞ് അങ്ങനെയല്ല കേട്ടോ. അന്നക്കുഞ്ഞ് 6-ാം മാസത്തിൽ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി, ഭയങ്കരമായിട്ട് കൂടുതലായിട്ട്. 4-ാം മാസം. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവള് പിന്നെ അത് സ്ഥിരമാക്കി. പക്ഷെ ആദ്യക്കൂട്ടൻ അങ്ങനെ അഡ്മിറ്റൊന്നും ആകേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷെ
ഇപ്പൊ എന്തായാലും പാവത്തിനായ ഒരു ആന്റിബയോട്ടിക്കും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ ആന്റിബയോട്ടിക് അവന് കൊടുത്താൽ അവൻ ഛർദിക്ക് വരുന്നു. കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവന് കണ്ടിന്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവൻ കൊടുക്കുമ്പോഴേ തന്നെ ഛർദിക്കും, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം എങ്ങനെയാവും എന്തോ അറിയില്ല. അതുപോലെ തന്നെയുള്ള ഒരു ആന്റിബയോട്ടിക് ആണ്. അപ്പോ അതിക്കുട്ടാ അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഏതായിട്ട് പനിയുണ്ട്, അതിന്റെ ക്ഷീണത്തിൽ ഇടയ്ക്ക് പനി കുറഞ്ഞായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്കും സപ്പോസിറ്ററി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഡോക്ടറെ അടുത്ത് വന്നപ്പോഴത്തേക്കും പനി കുറഞ്ഞായിരുന്നു. എല്ലാം കഴിഞ്ഞത് പോകാറായപ്പോഴത്തേക്കും വീണ്ടും ഒരു പനിയായി. വീണ്ടും തളർന്നു കുത്തി കിടന്നു. ഇത്ര നേരം അവൻ ആക്റ്റീവ് ആയിരുന്നു, അവൻ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. പനിയുടെ അതങ്ങ് വിട്ടപ്പോൾ അവൻ ആക്റ്റീവ് ആയിരുന്നു. വീണ്ടും പനിച്ചപ്പോൾ ആശാനങ്ങ് എനിക്ക് കിടക്കണം, അച്ചായ ഞാൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൻ കിടന്നു. അല്ലേ അതുട്ടാ? ഉണ്ട്, സൗണ്ടൊക്കെ പോയി പാവത്തിന്. സാരമില്ല കേട്ടോ. എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നെ കരയുന്ന കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ. അപ്പം എന്തായാലും ഇതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങൾ പനിയൊക്കെ കുറയുന്നതനുസരിച്ച് ഞങ്ങൾ പിന്നെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അല്ലേ? കുറേ ദിവസത്തേക്ക് സ്കൂളിൽ പോകണം. അതെ, ഇനി ഒരു കുറേ ദിവസത്തേക്ക് നമ്മൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ എന്തായാലും നല്ലപോലെ മാറിയിട്ടേ കൊച്ചിനെ സ്കൂളിൽ വിടുന്നുള്ളൂ കേട്ടോ. കേട്ടോ അപ്പാ? അവന് വയ്യ, അല്ലെങ്കിൽ അവൻ സംസാരിച്ചാല് അത് നമ്മുടെ ഡിസ്പ്ലേ. നമ്മളെന്തായാലും വീട്ടിലേക്ക് പോട്ടെ. അന്നക്കുഞ്ഞും മമ്മിയും തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം അവന് റേഡിയോ ഓണാക്കി സൗണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നതിന് ശേഷം കാണാം കേട്ടോ. വീട്ടിൽ ചെന്നതിന് ശേഷം അല്ല, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് കേട്ടോ. അല്ല അത് കുട്ടാ, ഒരു ടാറ്റാ ബൈ പറയാവോ കുട്ടാ? ഗുഡ് നൈറ്റ് പറയാവോ? ഗുഡ് നൈറ്റ്. സൗണ്ട് കുറവാ ഞങ്ങൾക്ക്, സൗണ്ട് പതർച്ചയുണ്ട് നല്ലപോലെ. അപ്പൊ എന്തായാലും അപ്പൊ ആ മരുന്ന് വലിച്ചു. രണ്ടാമത്തെ ഡോസ് മരുന്ന് ഇപ്പൊ ഒരു 1/2 മണിക്കൂർ മുമ്പ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. പനിക്കുന്നുണ്ട്, ഇപ്പോഴും പനിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.